ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങൾ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ. ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു. ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു. സ്വപ്നങ്ങളെന്നോടു വിട പറഞ്ഞു. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ. ഹലോ പ്രിയ മിത്രങ്ങളെ, ഞാൻ രാജേഷ് RS. 1988 SSLC ബാച്ചിൽ കോട്ടപ്പുറം ഹൈസ്കൂളിൽ പഠിച്ചതാണ്. എന്നെ എല്ലാവരും RS എന്ന് വിളിക്കും. അപ്പോൾ ഇന്നിവിടെ വരാനുണ്ടായ സാഹചര്യം ഒരു മഹത്തായ കാര്യം പറയാനാണ്. ഇപ്പം നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് കോട്ടപ്പുറം ഹൈസ്കൂളിൽ 8 ഡിവിഷൻ ഉണ്ടായിരുന്നു. ഈ ഏകദേശം H വരെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിൽ 300-350ഓളം നമ്മുടെ സുഹൃത്തുക്കൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ KHSൽ നിന്നും SSLC കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം അതിൽ വളരെ കുറച്ച് സുഹൃത്തുക്കളെ മാത്രമേ കാണാറുള്ളായിരുന്നു, കോണ്ടാക്റ്റുള്ളായിരുന്നു. വളരെ കുറച്ച്, ഒരു 80% പേരെയും പിന്നെ യാതൊരു അറിവുമില്ല. അവരൊക്കെ അവരവരുടെ പഠിത്തം, ജോലി എന്നിവ പ്രമാണിച്ച് പല സ്ഥലങ്ങളിലായി പോയി കാണും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 നമ്മുടെ ക്ലാസ്സിൽ തന്നെ ബിജു ജി, അദ്ദേഹം ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ വളരെ കുറച്ച് മെമ്പേഴ്സ്, അതും നമ്മളെ ക്ലാസ്സിൽ പഠിച്ചവരാണെന്ന് കൂടുതലും കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത സമയത്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒത്തുകൂടുകയും നമ്മുടെ ഈ ഗ്രൂപ്പ് ഒന്ന് ബലപ്പെടുത്തുക വേണമെന്ന് അങ്ങനെ ഒരു ചർച്ച വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരു റീയൂണിയൻ നടത്താം, അതിൽ അധ്യാപകരെ ആദരിക്കാം, നമ്മുടെ മൺമറഞ്ഞു പോയ പ്രിയ സുഹൃത്തുക്കളെ അനുസ്മരിക്കാം, പിന്നെ നമുക്ക് കൂടുതൽ സുഹൃത്തുക്കളെ ഒരുമിച്ച് കാണാം. അങ്ങനെ നൊസ്റ്റാൾജിയ 88 എന്ന ഒരു മഹത്തായ സംരംഭം നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ കഠിന പ്രയത്നം മൂലം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്ത നമ്മളൊരു 120ഓളം പേരെ നമ്മൾ മൊത്തത്തിൽ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും അവരിൽ പലരും പ്രവാസികളും മറ്റ് വടക്കേ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്നവരുമാണ്. അപ്പോൾ അവരെയെല്ലാം ഒത്തുകൂട്ടി അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മൂലം നമ്മൾ ഈ വരുന്ന 17-ാം തീയതി പരവൂർ KHS സ്കൂൾ അങ്കണത്തിൽ വച്ച് ഒരു മഹത്തായ പരിപാടി നടത്തുകയാണ്. അപ്പോൾ ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങൾ
ഏവരുടെയും സഹകരണം കൂടിയേ തീരൂ. എല്ലാവരുടെയും സഹകരണമുണ്ട്. എന്നാലും അന്ന് എല്ലാവരും ആ പരിപാടിയിൽ എത്തിച്ചേരണം. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഈ പരിപാടി എത്താൻ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടി വൻ വിജയമാക്കാൻ അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ മൺമറഞ്ഞു പോയ ഗുരുനാഥന്മാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗുരുനാഥന്മാരെ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പം വളരെ നിങ്ങളെ കണക്ക് തന്നെ വളരെ ആവേശപൂർവ്വം ഞാനും ആ ഒരു സമയത്തിനായി കാത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.